ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ നേരെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ സിനിമ ജിത്തു ജോസഫിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമ നേര് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ 5 ഭാഷകളിൽ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള 5 ഭാഷകളിലാണ് സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ OTT പ്രിന്റിന്റെ ദൈർഘ്യം. നേരത്തെ തിയേറ്ററുകളിൽ എത്തിയ ലാലേട്ടന്റെ നേരെ ഒരു ചെറിയ സിനിമയുടെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമ കൂടിയാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടികയിൽ 4ാം സ്ഥാനം കൂടി നേരെ ഇടം പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ OTT കൂടുതൽ അന്യ സംസ്ഥാന സിനിമാ പ്രേമികളിലേക്ക് കൂടുതൽ ഭാഷകളിൽ എത്തപ്പെട്ട സിനിമയുടെ കൂടുതൽ OTT അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. സലാർ എന്ന സിനിമ കഴിഞ്ഞ ആഴ്ചയായിരുന്നു OTT റിലീസ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു പൃഥ്വിരാജ്, പ്രഭാസ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സിനിമ OTT റിലീസ് ചെയ്തത്. നെറ്റ്ഫ്ലിക്സിൽ ആദ്യ ദിവസം മുതൽ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ തമിഴ്, മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിലെ സിനിമ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ഹിന്ദി പതിപ്പ് പിന്നീട് മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. എന്തായാലും സലാർ എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ലഭ്യമായതിനേക്കാൾ കൂടുതൽ മികച്ച പോസിറ്റീവ് അഭിപ്രായങ്ങൾ OTT ലഭ്യമാകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. രണ്ടാം ഭാഗത്തിലേക്കുള്ളൊരു ആവേശമെല്ലാം തന്നെ നിലനിർത്തുന്ന ഒരു ആദ്യ ഭാഗമാണ്. ആദ്യ ഭാഗ എൻഡിംഗ് ആണ് സലാർ പാർട്ട് 1 സീസ് ഫയറിന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ രണ്ടാം ഭാഗവും സംഭവിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. സിനിമയിലെ പ്രഭാസിന്റെ ഒരു ഫണ്ണി എലമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. അതിൽ വെറും 2.5 മിനിറ്റോളം മാത്രമേ പ്രഭാസിന്റെ സിനിമയിൽ ആകിയ ഡയലോഗ് ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു കുറവ് പോലും നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല. പ്രഭാസിന്റെ നിഴൽ പോലും, അതോടൊപ്പം തന്നെ നിഴലിലേക്ക് നോക്കി നിൽക്കുന്ന പൃഥ്വിരാജിന്റെ രംഗങ്ങൾ പോലും വമ്പൻ മാസ് ഇമ്പാക്റ്റ് ആണ് സിനിമയിൽ നൽകിയത്. OTT സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങൾ പറയൂ. തിയേറ്ററുകളിലേക്ക് നേരത്തെ തന്നെ ഫെബ്രുവരി റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണല്ലോ ബ്രഹ്മയുഗം. ആ റിലീസിൽ നിന്നും നിലവിൽ സിനിമ പിന്മാറുന്നില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഫെബ്രുവരി 16 സിനിമ ഒരിക്കൽ കൂടി തിയേറ്റർ റിലീസ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. തിയേറ്റർ ഉടമകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂക്ക ഒരു വില്ലൻ വേഷത്തിലെത്തുന്ന, അർജുൻ അശോകൻ നായകനെത്തുന്ന സിനിമ രാഹുൽ സദാശിവം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അന്യഭാഷാ നിർമ്മാണ കമ്പനികൾ നിർമ്മിക്കുന്ന സിനിമ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ആൻഡ്രൂ ജോസഫ് ആണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇനി സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനമാണ് വരേണ്ടത്. കാത്തിരിക്കൂ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്.